മഞ്ഞ് മൂടിയ കുന്നുകളും തേയിലത്തോട്ടങ്ങളും അതിരിടുന്ന വാഗമണിന്റെ നെറുകയിൽ ആത്മീയതയുടെയും പ്രകൃതിഭംഗിയുടെയും അപൂർവ സംഗമസ്ഥാനമാണ് കുരിശുമല. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി മനസ്സിന് ശാന്തി തേടുന്നവർക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഇടമാണ്. കുരിശുമലയുടെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ പ്രധാനമായും തെളിയുന്നത് 2 വിദേശ സന്യാസിമാരുടെ മുഖങ്ങളാണ്. 1958-ൽ ബെൽജിയം സ്വദേശിയായ അബ്ബോട്ട് ഫ്രാൻസിസ് ആചാര്യയും ഇംഗ്ലീഷുകാരനായ ഫാദർ ബെഡ് ഗ്രിഫിൽസും ചേർന്ന് സ്ഥാപിച്ച ഈ ആശ്രമം പാശ്ചാത്യ ക്രൈസ്തവ സന്യാസത്തെ ഭാരതീയ സംസ്കാരവുമായി കോർത്തിണക്കുന്നു. കാവ്യവസ്ത്രം ധരിച്ചും നിലത്തിരുന്ന് പ്രാർത്ഥിച്ചും സസ്യാഹാരം മാത്രം കഴിച്ചും ജീവിക്കുന്ന ഇവിടുത്തെ സന്യാസിമാരുടെ ജീവിതരീതി ആരെയും അത്ഭുതപ്പെടുത്തും. സിസ്റ്റേഷ്യൻ ക്രമത്തിൽ വിശ്വസിക്കുന്ന ഇവർ ലളിതമായ ജീവിതവും കഠിനമായ അധ്വാനവുമാണ് തങ്ങളുടെ വഴിയെന്ന് വിശ്വസിക്കുന്നു. മലയടിവാരത്തു നിന്നും മുകളിലേക്ക് കയറുന്ന ഓരോ യാത്രക്കാരനെയും കാത്തിരിക്കുന്നത് 14 കുരിശുകളാണ്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഈ കുരിശുകൾ പിന്നിട്ടുള്ള യാത്ര വിശ്വാസികൾക്ക് ആത്മീയമായ ഉണർവ് നൽകുമ്പോൾ സഞ്ചാരികൾക്ക് അത് കോടമഞ്ഞു പുതച്ച മനോഹരമായ ഒരു ട്രെക്കിംഗ് അനുഭവമാണ്. വലിയ നോമ്പ് കാലത്ത്, പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ചകളിൽ, കിലോമീറ്ററുകളോളം നീളുന്ന ജനക്കൂട്ടം കുരിശും ചുമന്ന് മലകയറുന്ന കാഴ്ച ഭക്തിസാന്ദ്രമാണ്. കുരിശുമലയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് അവിടെയുള്ള വിശാലമായ പാൽ ഫാം, ഡെയറി ഫാം ആണ്. മലമുകളിലെ പച്ചപ്പിൽ മേഞ്ഞു നടക്കുന്ന പശുക്കളും വിസ്തൃതമായ പുൽമേടുകളും കാണുമ്പോൾ യൂറോപ്പിലെ ഏതെങ്കിലും ഗ്രാമത്തിലാണോ നാം എന്ന് തോന്നിപ്പോകും. ഇൻഡോ സ്വിസ് പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവന്ന ഉയർന്ന ഇനം പശുക്കളെയാണ് ഇവിടെ വളർത്തുന്നത്. ഈ ഫാമിൽ നിന്നുള്ള വരുമാനമാണ് ആശ്രമത്തിന്റെ ദൈനംദിന കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. പ്രകൃതിദത്തമായ രീതിയിൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഫാം സന്ദർശിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകകരമായ അനുഭവമായിരിക്കും. വാസ്തുവിദ്യയിൽ താൽപ്പര്യമുള്ളവർക്ക് കുരിശുമലയിൽ മറ്റൊരു വലിയ കാഴ്ച കൂടിയുണ്ട്. പ്രശസ്ത വാസ്തുശില്പി ലോറി ബേക്കർ രൂപകൽപ്പന ചെയ്ത കെട്ടിടങ്ങളാണ് ഇവിടെയുള്ളത്. മണൽ ഉപയോഗിക്കാതെ ചെത്തിമിനുക്കിയ കല്ലുകൾ മാത്രം വെച്ച് നിർമ്മിച്ച ഈ കെട്ടിടങ്ങൾ പ്രകൃതിയോട് എത്രത്തോളം ഇണങ്ങി നിൽക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ലളിതമായ രൂപകൽപ്പനയും ഉള്ളിലെ തണുപ്പും ആർക്കും ഒരു പുതിയ അനുഭവമായിരിക്കും. വാഗമണിലെ കുരിശുമലയുടെ മറ്റൊരു പ്രത്യേകത അതിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ്. കുരിശുമലയോട് ചേർന്ന് തന്നെ ഹിന്ദു വിശ്വാസികളുടെ കേന്ദ്രമായ മുരുകൻ മലയും മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ തങ്ങൾ പാറയും സ്ഥിതി ചെയ്യുന്നു. ഈ 3 മതവിഭാഗങ്ങളുടെയും ആരാധനാ കേന്ദ്രങ്ങൾ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു അടയാളമായി ഇന്നും നിലകൊള്ളുന്നു. നിശബ്ദത ആഗ്രഹിക്കുന്ന ഒരിടമായതിനാൽ കുരിശുമല സന്ദർശിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മല കയറുന്നവർക്ക് വിശ്രമിക്കാൻ വഴിയരികിൽ തണൽ മരങ്ങളും ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ച മേഖലയാണിത്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും അവിടെ ഉപേക്ഷിക്കാതിരിക്കാൻ ഓരോ സഞ്ചാരിയും ശ്രദ്ധിക്കണം. തിരക്കുപിടിച്ച നഗരജീവിതത്തിൽ നിന്നും മാറി പ്രകൃതിയുടെ സംഗീതവും കോടമഞ്ഞിന്റെ സ്പർശനവും ആഗ്രഹിക്കുന്നവർക്ക് വാഗമണിലെ കുരിശുമല എന്നും ഒരു വിസ്മയം തന്നെയായിരിക്കും.